Now let us see how to calculate discharge over a rectangular notch. A rectangular notch discharge എങ്ങനെ calculate ചെയ്യാമെന്ന് നോക്കാം. So as shown in the figure, consider the flow of water over a rectangular notch. ഫിഗറിൽ ഉള്ളതുപോലെ ഒരു rectangular notchലുള്ള flow consider ചെയ്യാം. Let capital H be the head of water over the sill or crest of notch causing the flow over the notch. നോച്ചിന് മുകളിലുള്ള ഫ്ലോയിലെ ഹെഡ് ഓഫ് വാട്ടർ ആണ് ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ സിൽ ലെവലിൽ നിന്ന് മേലോട്ട് എത്ര ഹൈറ്റിൽ വാട്ടർ ഉണ്ടെന്നുള്ളതാണ് ഈ ക്യാപിറ്റൽ എച്ച്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് നോച്ച്. എൽ ഇസ് ദ ലെങ്ത് ഓഫ് നോച്ച്. സോ നമ്മൾ ഡിസ്ചാർജ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഹൊറിസോണ്ടൽ എലിമെന്ററി സ്ട്രിപ്പ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യും. എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഹൊറിസോണ്ടൽ എലിമെന്ററി സ്ട്രിപ്പ് ഓഫ് വാട്ടർ as shown in figure at a depth small h from the free water surface. Free water surface ൽ നിന്നും small h depth ൽ ഒരു horizontal elementary strip consider ചെയ്യും. So let L be the length of horizontal elementary strip of water in the flow over the notch and small h be the depth of elementary strip of water below the free water surface. And the elementary strip ന്റെ thickness ആണ് dh. അപ്പോൾ ഏരിയ ഓഫ് എലിമെന്ററി സ്ട്രിപ്പ് എത്ര വരും? എലിമെന്ററി സ്ട്രിപ്പിന്റെ ഏരിയ എത്ര വരും? DA is equal to L into DH. Area of elementary strip DA is equal to L into DH. So the rectangular elementary strip of water in the flow over notch acts as a rectangular orifice with the head of water H above the strip. ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഓറിഫൈസ് പോലെ ആക്ട് ചെയ്യും. ഈ റെക്ടാങ്കുലർ എലിമെന്ററി സ്ട്രിപ്പ് ഓഫ് വാട്ടർ ആ നോച്ചിലുള്ള ഫ്ലോയിലുള്ള റെക്ടാങ്കുലർ എലിമെന്ററി സ്ട്രിപ്പ് ഒരു റെക്ടാങ്കുലർ ഓറിഫൈസ് പോലെ ആക്ട് ചെയ്യും വിത്ത് എ ഹെഡ് ഓഫ് വാട്ടർ എച്ച് അബവ് ദ സ്ട്രിപ്പ്. ഒരു ഹെഡ് എച്ച് അബവ് ദ സ്ട്രിപ്പ് ഉള്ള റെക്ടാങ്കുലർ ഓറിഫൈസ് ആയിട്ട് ഈ എലിമെന്ററി ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ തിയററ്റിക്കൽ velocity of water flowing through the strip. Theoretical velocity എത്ര വരും? V theoretical will be equal to നമ്മൾ ഓറിഫൈസിൽ പഠിച്ചു root of 2g into h. അതായത് എലിമെന്ററി സ്ട്രിപ്പിലൂടെയുള്ള തിയററ്റിക്കൽ വെലോസിറ്റി V is equal to root of 2g h. അപ്പോൾ തിയററ്റിക്കൽ discharge dq. Theoretical discharge dq will be equal to area of strip into theoretical velocity. Area of strip into theoretical velocity ആയിരിക്കും theoretical discharge. അപ്പോൾ എത്ര വരും? dq will be equal to L into dh into root of 2gh. L into dh into root of actual 2gh. In actual discharge dq actual will be equal to theoretical discharge and actual discharge കാണാൻ വേണ്ടി നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഓറിഫൈസിന്റെ കേസിലൊക്കെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞൊരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ. സോ ഇവിടെയും സെയിം പ്രൊസീജിയർ തന്നെ. തിയററ്റിക്കൽ ഡിസ്ചാർജ് അറിയാമെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇൻറ്റു coefficient of discharge will give you actual discharge. അപ്പോൾ actual discharge എത്ര വരും? CD into L into DH into root of 2GH. ഇതാണ് ഹൊറിസോണ്ടൽ എലിമെന്ററി സ്ട്രിപ്പിലൂടെയുള്ള ആക്ച്വൽ ഡിസ്ചാർജ്. അങ്ങനെയെങ്കിൽ ആ എൻറ്റയർ റെക്ടാങ്കുലർ നോച്ചിലൂടെയുള്ള ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിലൂടെയുള്ള ആക്ച്വൽ ഡിസ്ചാർജിനെ 0 to h വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ത്രൂ ദി അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദ ഹോൾ നോച്ച് കിട്ടും. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? Q actual will be equal to integral 0 to h CD L root 2gh into dh. That is
ഇന്റഗ്രൽ 0 അല്ല ഇന്റഗ്രൽ ഇവിടെ കോൺസ്റ്റൻസിനെ വെളിയെടുക്കാം. സി ഡി എൽ ഇൻറ്റു റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇന്റഗ്രൽ h0 to h raised to half dx. അപ്പോൾ ഇത് എത്ര വരും? നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 2/3 CDL root 2g into 2/3 CDL root 2g into h raised to 3/2. ഇതാണ് equation for discharge over a rectangular notch. Q actual is equal to CD into 2/3L root 2g h raised to 3/2. Rectangular notch ആകുമ്പോൾ h raised to 3/2. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് ഒന്നും കൂടെ നോക്കാം. ഒരു എലിമെന്ററി സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് അതിലൂടെയുള്ള ഡിസ്ചാർജ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ എലിമെന്ററി സ്ട്രിപ്പ് എങ്ങനെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എലിമെന്ററി സ്ട്രിപ്പ് ഒരു റെക്ടാങ്കുലർ ഓറിഫിസ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതിന്റെ മുകളിലുള്ള ഹെഡ്, ഓറിഫിസിന്റെ മേലുള്ള ഹെഡ് എന്ന് പറയുന്നത് സ്മോൾ എച്ച് ആണെങ്കിൽ തിയറിറ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gh ആയിരിക്കും. എലിമെന്ററി സ്ട്രിപ്പിന്റെ ഏരിയ എന്തായിരിക്കും? അതിന്റെ ലെങ്ത് L ഇൻറ്റു തിക്നെസ് DH. അപ്പോൾ നമുക്ക് തിയറിറ്റിക്കൽ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh എന്ന് കിട്ടി. തിയറിറ്റിക്കൽ വെലോസിറ്റി അറിയാമെങ്കിൽ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് dq is equal to LDH ഇൻറ്റു റൂട്ട് ഓഫ് 2gh. അപ്പോൾ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആയി. തിയറിറ്റിക്കൽ ഡിസ്ചാർജിൽ നിന്നും ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് എത്രയാണ്? CDL DH ഇൻറ്റു റൂട്ട് ഓഫ് 2gh. അത് എലിമെന്ററി സ്ട്രിപ്പിലോടുള്ള ആക്ച്വൽ ഡിസ്ചാർജ്. അപ്പോൾ എൻറ്റയർ നോട്ട്സ് അല്ലെങ്കിൽ എൻറ്റയർ റെക്ടാങ്കുലർ വിയറിലോടുള്ള ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എലിമെന്ററി സ്ട്രിപ്പിലുള്ള ഡിസ്ചാർജിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം ഫ്രം 0 to capital H. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ you will get Q actual, that is discharge over a rectangular notch, which is equal to CD into 2/3 into L into root 2g into h raised to 3/2. Rectangular notch in the case, CD value varies from 0.6 to 0.65. CD എന്ന് പറയുന്നത് 0.6 to 0.65 ആയിരിക്കും CD വാല്യൂ വേരി ചെയ്യുന്നത്. CD വാല്യൂ varies from 0.6 to 0.65. I hope it is clear. നമ്മൾ റെക്ടാങ്കുലർ നോട്ട് കണ്ടു. ഇനി നിങ്ങൾക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഡിസ്ചാർജ് ഓവർ എ ട്രയാങ്കുലർ നോട്ട്. Discharge over a triangular notch. तो फिगर वरेगा. ഇത് ഫ്രീ വാട്ടർ സർഫസ്.
So consider the flow of water over a triangular notch as shown in figure. Figure ൽ കാണിച്ചിരിക്കുന്നത് triangular notch ലുള്ള ഒരു flow കൺസിഡർ ചെയ്യാം. ഇവിടെ capital H is the head of water over the sill or crest of notch. ഇതാണ് sill or crest. And this is the elementary strip. And here ഇതാണ് triangular notch. And theta is the angle of triangular notch. Theta is the angle of triangular notch. So here also, as in the previous case, we have to consider a horizontal elementary strip of water below the free water surface. ഇവിടെ നമ്മൾ ഒരു horizontal elementary strip AB consider ചെയ്യുന്നു. And depth of horizontal elementary strip of water below free surface ആണ് small h. Small h എന്ന് പറയുന്നത് ഈ elementary strip free water surface നെ എത്ര ഡെപ്തിലാണെന്ന് നോക്കുക. ആ ഡെപ്ത് ആണ് small h. അതിന്റെ thickness ആണ് dh. അപ്പോൾ ഈ ഫിഗറിന്റെ ജോമെട്രി ഒന്ന് നോക്കിക്കേ. ഈ ട്രയാങ്കിൾ ACO ആണ് ഇവിടെ ഒന്ന് മാഗ്നിഫൈ ചെയ്ത് വരച്ചേക്കുന്നത്. From the geometry of figure നമുക്ക് എന്ത് പറയാം? Tan theta by 2 is equal to AC by CO, that is AC divided by H minus H. അങ്ങനെയെങ്കിൽ AC എത്രയാണ്? AC is equal to H minus H tan theta by 2. H minus H tan theta by 2. Elementary strip ന്റെ length എത്രയായിരിക്കും? Length of elementary strip is equal to AB, that is 2 times AC. എത്ര വരും? 2 times H minus H into tan theta by 2. അപ്പോൾ elementary strip ന്റെ ഏരിയ എത്ര വരും? Length into thickness വരും. ഏരിയ എത്ര വരും? Length into thickness, അതായത് 2 times H minus H into tan theta by 2 into thickness dh. ഈ elementary strip എന്ന് പറയുന്നത് ഒരു നോച്ച് ആയിട്ട് ആക്ട് ചെയ്യും under a head of H. സ്മോൾ h ഹെഡ് ഉള്ള ഒരു നോച്ച് ആയിട്ട് തന്നെ ഈ elementary സ്ട്രിപ്പും ആക്ട് ചെയ്യും. അപ്പോൾ തിയററ്റിക്കൽ വെലോസിറ്റി എത്ര വരും? തിയററ്റിക്കൽ വെലോസിറ്റി √2gh. അങ്ങനെയാണെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് എത്ര വരും? dq. Theoretical discharge dq will be equal to area of strip into theoretical velocity, that is 2 times h minus h tan theta by 2 into dh into √2gh. ഇതായിരിക്കും തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഇത് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് എത്ര വരും? dq actual will be equal to theoretical dischargeന്റെ കൂടെ coefficient of discharge കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, that is cd into 2 times h minus h into tan theta by 2 into √2gh into dh. ഇതാണ് ആക്ച്വൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് cd into theoretical discharge. ഇത്രയും ടേം എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. CD എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഫ്രം 0 to h. You will get the total actual discharge. Integral 0 to h CD into 2 times h minus h tan theta by 2 into √2gh into dh. അത് എത്ര വരും? CD into tan theta 2 times CD tan theta by 2 into √2g into integral 0 to h raised to half minus h raised to 3 by 2 of dh എന്ന് വരും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ you will get 2 times CD
tan theta by 2 into root 2g into 2/3 h raised to 5/2 minus h raised to minus 2/5 h raised to 5/2 എന്ന് കിട്ടും. ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതാൻ മതി. ഈ h raised to half എന്നുള്ളത് എന്താവും? h raised to 3/2 by 3/2 അതാണ് 2/3 ആയിട്ട് മാറിയത്. അപ്പൊ h into h raised to 3/2 എന്ന് പറയുന്നത് h raised to 5/2. അതുപോലെ തന്നെ h raised to 3/2 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2/5 അതായത് h raised to 5/2 by 5/2 എന്ന് വരും. അതാണ് 2/5 h raised to 5/2. സ്മോൾ h ന്റെ ക്യാപിറ്റൽ h ആവും. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? q actual will be equal to cd into 8/15 tan theta by 2 root of 2g into h raised to 5/2. So discharge over a triangular notch is given by CD into 8/15 root 2g tan theta by 2 h raised to 5/2. എന്താണ്? Q actual is equal to CD into 8/15 root 2g tan theta by 2 h raised to 5/2. അപ്പം ട്രയാങ്കുലർ നോച്ച് ആണെങ്കിൽ x to the power 5/2 ഉം റെക്ടാങ്കുലർ നോച്ച് ആണെങ്കിൽ x to the power 3/2. ഇവിടെ CD value varies from 0.6 to 0.65. CD value varies from 0.6 to 0.65. Thank you.